Hi guys, welcome to my new video. I am Dr. Cheryl. ഇന്ന് നമുക്ക് സൺസ്ക്രീനെ കുറിച്ച് സംസാരിക്കാം. ഇറ്റ് ഈസ് എ വെരി ഹൈപ്ഡ് പ്രോഡക്റ്റ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ് അല്ലേ? നമ്മൾ ഒത്തിരി സൺസ്ക്രീനെ കുറിച്ച് കേൾക്കാറുണ്ട് ആൻഡ് നമ്മൾ ഒത്തിരി പേരും അത് യൂസ് ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ നമ്മൾ ബേസിക്കലി അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ടാനിങ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. പക്ഷെ സൺസ്ക്രീൻ ആക്ച്വലി അതിന്റെ റോൾ എന്താണ്? അത് ഈ സൺലൈറ്റിന്റെ UVA ആൻഡ് UVB റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. സോ ബേസിക്കലി അത് സ്കിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യും, ഏജിങ് കുറച്ചുകൂടെ ഡിലേ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഒബ്വിയസ്ലി ടാനിങ്ങും പ്രിവെന്റ് ചെയ്യും. സോ നൗ സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏതൊരു സ്കിൻ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന പോലെ, സ്കിൻ കെയർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന പോലെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി വേണം ചൂസ് ചെയ്യാൻ. സ്കിൻ ടൈപ്സിനെ കുറിച്ച് ഞാൻ എന്റെ പ്രീവിയസ് ഷോർട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നൗ ദ നെക്സ്റ്റ് തിങ് വാട്ട് വി ലുക്ക് ആറ്റ് ഇസ് ഫോർ ദി SPF ഇൻ ദ സൺസ്ക്രീൻ. SPF എപ്പോഴും 30 or more നമുക്ക് എന്തായാലും വേണം നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ. നൗ ഇൻഡോർസ് ആയിട്ട് കൂടുതൽ നേരം ഇരിക്കുന്നവര്, അതായത് ഇൻഡോർസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ 15 മിനിറ്റ്സിൽ കുറവാണ് ഡെയിലി സൺ എക്സ്പോഷർ എങ്കിൽ നമുക്കൊരു 30 SPF മതിയാവും. അതല്ലാത്ത പക്ഷം നമുക്കൊരു 50 SPF എങ്കിലും ഉള്ള സൺസ്ക്രീൻ വേണം. SPF ഷോസ് ദ UVB പ്രൊട്ടക്ഷൻ. നൗ ദ PA ലെവൽസ് ഓഫ് ദ സൺസ്ക്രീൻ. PA ലെവൽസ് 3+ കൂടുതലുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സ്പോർട്സിന് പോകുന്നവർക്ക് ഓൾവേസ് ഒരു വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ ആയിരിക്കും ബെറ്റർ. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഒരു ടോണർ, മോയ്സ്ചറൈസർ, സിറം ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം നമ്മുടെ സൺസ്ക്രീൻ, പ്രൈമറി സൺസ്ക്രീൻ, അതായത് ലോഷൻ, ക്രീം ഓർ ജെൽ ഫോർമുലേഷൻ ആയിരിക്കണം, അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു 2 ഫിംഗർ റൂൾ എന്ന് പറയും, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഒരു 2 ഫിംഗേഴ്സിൽ പറ്റുന്ന അത്രയും എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനും നെക്കിനും കറക്റ്റ് ആയിരിക്കും അത് എമൗണ്ട് ഒത്തിരി കുറഞ്ഞു പോയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതുപോലെ കൂടിപ്പോയി കഴിഞ്ഞാൽ വളരെ ഒരു ഓയിലി ആൻഡ് ക്ലംഡ് അപ്പ് ആൻഡ് ഗ്രേഷ് ലുക്ക് നമ്മുടെ ഫേസിന് തരും. സോ ഈ 2 മിസ്റ്റേക്സ് നമ്മൾ ഓൾവേസ് പ്രിവെന്റ് ചെയ്യണം. പിന്നെ അനദർ തിങ് ഇസ്, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ആയിട്ട് തോന്നിക്കും. പക്ഷെ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ് എന്ന് കണ്ടെയ്നിങ് സൺസ്ക്രീൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാകും. സോ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള UV ഫിൽറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു പ്രോബ്ലം ഈ ഗ്രേഷ് ലുക്ക്, അത് പ്രോബബ്ലി ഓയിലി ഫോർമുലേഷൻ ഉള്ള സൺസ്ക്രീൻ, അതുപോലെ തന്നെ എമൗണ്ട് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നത് കൂടിപ്പോയിട്ട് ആവാം. ഓയിലി സ്കിന്നുള്ള ആളുകൾ പൊതുവെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഇച്ചിരി ഒന്ന് മടിക്കും. കാരണം സ്കിൻ ഓയിലി ആയിട്ട് അപ്പിയർ ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്റേത് പേഴ്സണലി ഓയിലി സ്കിൻ ആണ് ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വളരെ നല്ലതാണ്. ഇറ്റ് ഗിവ്സ് എ മാറ്റ് ലുക്ക്. അത് ഡെർമാക്കോയുടെ ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഓയിലി സ്കിന്നിന് ചേരുന്ന കുറച്ച് സൺസ്ക്രീൻസ് ആണ് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C സൺസ്ക്രീൻ, ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ C ആൻഡ് സെറമൈഡ് സൺസ്ക്രീൻ, അതേപോലെ തന്നെ ഫിക്സ്ഡ് ഡെർമയുടെ ഷാഡോ SPF ആ സൺസ്ക്രീൻ, പിന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ, ജെൽ സൺസ്ക്രീൻ ഉണ്ട്, അത് നല്ലതാണ്. ഞാൻ ഈ സൺസ്ക്രീൻസ് എല്ലാം താഴെ പിൻ ചെയ്യാം, ഇൻക്ലൂഡിംഗ് ദ റേറ്റ് ഓഫ് ദ സൺസ്ക്രീൻ. അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ജെൽ ഫോർമുലേഷൻസ് ഒഴിവാക്കുക. സൺക്രോസിന്റെ സൺസ്ക്രീൻ ഉണ്ട്, വളരെ നല്ലതാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക്, കുറച്ച് മോയ്സ്ചറൈസിംഗ് ആണത്. അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റേബിൾ പ്രോ ജെൽ, അതും നല്ലതാണ്. അതേപോലെ തന്നെ വേറെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. റീക്വലിന്റെ ഒരു ഓഫ്രീ ഉണ്ട്, അതേപോലെ തന്നെ ഫോക്സ്ടെയിലിന്റെ സൺസ്ക്രീൻ ഉണ്ട്. അതെല്ലാം ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് നല്ലതാണ്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തേക്കാം, ഇൻക്ലൂഡിംഗ് ദ റേറ്റ്സ്. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ടിന്റഡ് സൺസ്ക്രീൻസ് നോക്കാം. പിങ്ക് ഫൗണ്ടറിയുടെ ഒരു ടിന്റഡ് സൺസ്ക്രീൻ അവൈലബിൾ ആണ്, അത് ഭയങ്കര നല്ലതാ. ബട്ട് കൂടുതലും ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കാണത് മോർ സ്യൂട്ടബിൾ. അപ്പൊ എന്റെ റെക്കമെൻഡേഷൻസ് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഫേസിൽ മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോരാ, സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം. സോ ബോഡി സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. വിഷ് കെയറിന്റെ ഒരെണ്ണം ഉണ്ട്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്, വളരെ നല്ലതാണ്. വെൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഉണ്ട്, അത് രണ്ടും ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. സോ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു സേ, സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഉച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുന്നതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ ക്ലോത്ത്സ് ഇടുമ്പോൾ വളരെ ഫ്രീ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ്, ഫുൾ സ്ലീവ്ഡ് ആയിട്ടുള്ളത് ഇടാൻ നോക്കുക. അതുപോലെ ഒരു അംബ്രല യൂസ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ഇതിന്റെ കൂടെ സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്താൽ യു ക്യാൻ പ്രൊട്ടക്ട് യുവർ സ്കിൻ from aging and tanning. So I'll come back with many more videos with information like this. Thank you for watching.